ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ അന്വേഷണമാണ് ഹാപ്പി സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്കൂളുകളിലും ഡിഫറെൻറ്റ് കോളേജുകളിലും നമ്മൾ പല വിഷയങ്ങളിൽ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, ജനറൽ ആസ്പെക്റ്റുകൾ പല രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ കാണുന്ന കുട്ടികളിൽ നിന്ന്, വിദ്യാർത്ഥികളിൽ നിന്ന് കാണുന്ന ഒരു ആസ്പെക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കുട്ടികളിപ്പോൾ പഠനത്തെ ഒന്നുകൂടി ഒരു ക്വസ്റ്റ്യനിങ് മോഡിൽ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഒരു ക്യൂരിയസ് മോഡിൽ, അല്ലെങ്കിൽ ചെറിയൊരു ഡൗട്ട്ഫുൾ മോഡിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കാര്യം പഠിക്കേണ്ടതുണ്ടോ, ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള വളരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജനറേഷൻ, മുമ്പത്തെ ജനറേഷനിൽ അങ്ങനെ ആലോചിക്കാത്തത് കൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുട്ടികൾ ഇത് പഠിക്കേണ്ടതുണ്ടോ, അങ്ങനെ നമ്മൾ പറയല്ലോ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യനിങ് ആസ്പെക്റ്റിലേക്ക് പഠനത്തെ തന്നെ കാണുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാരണമാണ്. എന്താണ്? ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് പ്രത്യേകിച്ച് ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സർവേ പ്രകാരം ഞാൻ കണ്ടിട്ടുള്ളത്, റീസെൻ്റ്ലി വീക്കൊക്കെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്ത് ഇന്ത്യയിൽ 63% ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആളുകൾ അൺഎംപ്ലോയിഡ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കോളേജ് കുട്ടികൾക്കും അല്ലെങ്കിൽ മേ ബി സ്കൂൾ കുട്ടികൾക്കും ഒക്കെ പഠിക്കേണ്ടതുണ്ടോ എന്ന് തോന്നുന്നത് എന്ന് ചോദിച്ചാൽ, പഠിച്ചതിന് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. നല്ലൊരു പൊസിഷനിൽ എത്താൻ സാധിക്കുക, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവുക, നല്ല ജോലി ലഭിക്കുക എന്നുള്ളത് സംഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ് അവിടെ ആ ഡൗട്ട് സംഭവിക്കുന്നത്. ഓക്കെ, കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്രത്തോളം ജോലികളുണ്ട്, എത്രത്തോളം പഠിച്ച കുട്ടികൾക്ക് ജോലികൾ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ആലോചിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചത്, എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ളൊരു കാരണമാണ്. ഓക്കെ, ഒന്ന് നിങ്ങൾ ഒരു ഇൻഡസ്ട്രി പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാരണം, ഒരുപാട് ജോബുകളുണ്ട്. ഓക്കെ, ജോബുകളുടെ കുറവുണ്ട്. പക്ഷെ പലപ്പോഴും ഇൻഡസ്ട്രി റിക്വയർ ചെയ്യുന്ന സ്കില്ലുള്ള ആളുകൾ അവൈലബിൾ അല്ല. അല്ലെങ്കിൽ എന്താണോ ഇന്നത്തെ കാലത്ത് ആവശ്യമായിട്ടുള്ള സ്കില്ല്, ആ സ്കില്ലുള്ള ആളുകൾ അവൈലബിൾ അല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ജോലികളുടെ എണ്ണം കുറവാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് സംഭവിക്കുന്നത്. ഒന്നുകൂടി ഡീറ്റെയിലേക്ക് പോകുകയാണെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് അറിയാം. നമ്മൾ പറയാം നമ്മുടെ ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഔട്ട്ഡേറ്റഡ് ആണ്. സ്കൂളുകളാണെങ്കിലും കോളേജുകളാണെങ്കിലും അത് ഇന്നത്തെ കാലത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. ഓക്കെ, അതുപോലെ അതിൽ ഒരുപാട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാലത്തിന് ടെക്നോളജിക്കലി AI ഡ്രിവൻ ആയിട്ടുള്ള കാലത്തിന് റെലവൻ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ആളുകൾ സ്കില്ലബിൾ അല്ല, ആളുകൾ എംപ്ലോയബിൾ അല്ല. നമ്മൾ അതിൻ്റെയും ഒരു ബേസിലേക്ക് പോയാൽ, ഓക്കെ, നമ്മൾ അതിൻ്റെയും ഒരു ബേസിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇങ്ങനെ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പം നമുക്കിനി അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് ആലോചിക്കാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷന് നമ്മുടെ നാട്ടിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും കുറേ പ്രശ്നങ്ങൾ ഉള്ളതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? ആസ് ഓഫ് നൗ മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് ബേസിക്കലി 3 സൊല്യൂഷൻസ് ആണ്. ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഒരു ഫോമൽ എഡ്യൂക്കേഷൻ, ഓക്കെ, സ്കൂൾ കോളേജ് എഡ്യൂക്കേഷൻ വളരെ നേരത്തെ തന്നെ അങ്ങനെയുള്ളൊരു സിസ്റ്റം സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ കുറച്ച് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതാണ് ഒരു സൊല്യൂഷൻ. ഓക്കെ, രണ്ടാമത്തെ ഒരു സൊല്യൂഷനായിട്ട് പലരും കാണുന്നത് എന്താ വെച്ചാൽ, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ ഫ്യൂച്ചറിസ്റ്റിക് ആണ് എന്ന് ഫീൽ ചെയ്യുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ കോഡിംഗ് പഠിപ്പിക്കുക, അല്ലെങ്കിൽ വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ ഭാവിയിൽ എഴുതാൻ പോകുന്ന സിവിൽ സർവീസ് പരീക്ഷ അല്ലെങ്കിൽ വാട്ടവർ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് കൊടുക്കുക. മൂന്നാമത്തെ ഒരു ആസ്പെക്റ്റ്, കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൽ കോഴ്സുകൾ പഠിക്കാൻ പോവുക. ഈ 3 ഞാൻ ഇന്ന് കാണുന്ന കൂടുതൽ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ 3 അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു സ്കൂളുകൾ പെട്ടെന്ന് നിർത്തുക, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സ്കൂൾ എഡ്യൂക്കേഷൻ മാത്രം കൊടുക്കുക, എന്നിട്ട് സ്കില്ലിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാ കാലത്തും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സ്കൂളുകൾ, അതാണ് നമുക്ക് ബേസ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ബേസിക് മാത്തമാറ്റിക്സ്, ഓക്കെ, ബേസിക് സയൻസ്, ആളുകളോട് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ ഭാഷകൾ അറിയുന്നത്, എഴുതാൻ അറിയുന്നത്, വായിക്കാൻ അറിയുന്നതൊക്കെ ബേസിക് എഡ്യൂക്കേഷനാണ്. ഇതിൻ്റെ അഡ്വാൻസ് വേർഷൻ നമ്മൾ UP ഹൈസ്കൂളൊക്കെ പഠിക്കും. ഇതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ ബേസിക് എഡ്യൂക്കേഷൻ ഒക്കെ നമ്മൾ കൊടുക്കാതെ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് ഒരു UP സ്കൂൾ കഴിഞ്ഞൊരു കുട്ടിയെ ഒരു പെർട്ടിക്കുലർ സ്കില്ലിലേക്ക്, മേ ബി നമ്മളൊരു കോഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ മേ ബി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പഠിപ്പിക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ അതിപ്പോൾ വാട്ട് വി കൻ സേ അത് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു കാലത്ത്, എയുടെ ഒരു കാലത്ത്, എയുടെ അടുത്തൊരു അഡ്വാൻസ്ഡ് വേർഷനിൽ ചിലപ്പോൾ അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാവണമെന്നില്ല, അന്ന് കോഡിംഗ് ഉണ്ടാവണമെന്നില്ല, അന്ന് പലതും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഈ കുട്ടി ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വീണ്ടും ഔട്ട്ഡേറ്റഡ് ആവും. അപ്പം ഇനിയുള്ള കാലത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന പോലെ മാറാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് ഒരു ഫോമൽ സ്കൂൾ ആൻഡ് കോളേജ് എഡ്യൂക്കേഷൻ
നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡെഫിനറ്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, സോ ദർ ഇസ് നോ കൺഫ്യൂഷൻ റിഗാർഡിംഗ് ദാറ്റ്. അപ്പം ആദ്യം പറഞ്ഞത് ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. രണ്ടാമത്തെ ഒരു ആസ്പെക്ട്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ ഹൈ സ്കില്ല് പഠിപ്പിക്കുക എന്നുള്ളതും റിയലിസ്റ്റിക് ആണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് കുട്ടികളെ ഓവർ ബർഡൻ ആക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിൽ എങ്ങനെയായാലും 18 വയസ്സായാലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഒഫീഷ്യലി, അല്ലേ? 14 വയസ്സിന് ശേഷം 18 വയസ്സിന് ശേഷം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിച്ചാൽ അവർ ജോലി ചെയ്യാൻ പോകുന്നത് മേ ബി ആഫ്റ്റർ 10 വർഷമോ 15 വർഷമോ ആയിരിക്കും. ഇപ്പോൾ അവർ പഠിക്കുന്നത് പോലും ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് അന്ന് റെലവൻ്റ് ആവണമെന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു നല്ല സൊല്യൂഷൻ അല്ല. മൂന്നാമത്തെ കാര്യം, ഡിഗ്രിയും കോളേജൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പുതിയ കോഴ്സിന് പോവുക എന്നുള്ളതും ടുവാർഡ്സ് എൻഡ് ഓഫ് ദ അക്കാഡമിക് ലൈഫ് എന്ന് പറയുന്നതും അത്ര റിയലിസ്റ്റിക് അല്ല. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ മെത്തേഡുകൾക്കൊക്കെ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന്, ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. സ്കൂളുകൾ, കോളേജുകൾ എല്ലാ കാലത്തും ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വാട്ട് വി ക്യാൻ സേ കാലത്തിനനുസരിച്ച് പറ്റാവുന്നത്ര മാറ്റുക. ആൻഡ് രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഈ സ്കൂൾ സിസ്റ്റം ഒന്നുകൂടി ആക്കുക എന്ന് പറയുന്നത് ഗവൺമെൻറ്റിനും അതോറിറ്റീസിനും ഒക്കെ ഒന്നുകൂടി റോളുകളുണ്ടാവും. രണ്ടാമത്തെ എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്കില്ലുകൾ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നോളജ് കൊടുക്കുക, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ബേസിക് സ്കില്ലുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ രണ്ട്, അതാണ് ഇനിയുള്ള കാലത്ത് പഠനം സിഗ്നിഫിക്കൻ്റ് ആവാൻ, ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സൊല്യൂഷൻസ് ഇതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെയാണ്, ഈ സ്പേസിലേക്കാണ് ഹാപ്പി സ്കൂൾ വരാൻ ഉദ്ദേശിക്കുന്നത്. 3 ആസ്പെക്റ്റിലൂടെയാണ് ഹാപ്പി സ്കൂൾ ഈ ഒരു ആസ്പെക്റ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു, ഫോർമൽ സിസ്റ്റത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്, അപ്ഡേഷൻ സംഭവിക്കേണ്ടതുണ്ട്. ഡെഫിനറ്റ്ലി അത് ഗവൺമെൻറ്റും അതോറിറ്റീസിനുമാണ് അതിന് കൂടുതൽ റോൾ. ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അതിന് റോളില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാപ്പി സ്കൂളിൻ്റെ ലാബിൽ നമ്മൾ ഒരുപാട് ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച്, സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചർച്ചകൾ, പോഡ്കാസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ്, ആഫ്റ്റർ അവയർനെസ് ക്രിയേഷൻ, രണ്ടാമത്തെ ആസ്പെക്റ്റ് ആണ് ഹാപ്പി ലേണിംഗ് എന്നുള്ളത്. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷ സ്ഥലത്ത് എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഞാൻ പറയും പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി മാറ്റേണ്ടി വരും. എന്താണോ ഉപകാരപ്പെടുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനിയുള്ള കാലത്തും നമുക്ക് കോൺസെൻട്രേഷനൊക്കെ വളരെ കുറയുന്ന കാലത്തും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്റ്റീവ് ഓപ്ഷൻസ് ഉള്ള കാലത്തും, വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് ഹാപ്പി ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ലേണിംഗ് ഒരു എൻജോയബിൾ പ്രോസസ്സ് ആവുക എന്നുള്ളതാണ്. 10-20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ആസ്പെക്റ്റ് വെച്ചിട്ട് നമുക്കൊരിക്കലും ഇന്ന് ആളുകൾക്ക് പഠിക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് അതിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഹാപ്പി ലേണിംഗ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു ആസ്പെക്ട് ഞാൻ പറഞ്ഞു, ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സെറ്റ് ഓഫ് നോളേജ് ഉണ്ട്. ആ നോളേജ് കൊണ്ട് മാത്രം ഇനി സർവൈവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ആ നോളേജ് നിർബന്ധമാണ്. അപ്പം നമ്മൾ പറയല്ലോ, നമ്മുടെ എവിടെയാണ് നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു ക്വാളിഫയിങ് ആസ്പെക്റ്റിലേക്കുള്ള ബേസിക് നോളേജിൽ നിന്ന് നമ്മളൊരു പീക്ക് ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ UGC നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടത് എന്താണ്? PG ക്വാളിഫിക്കേഷനാണ്. അപ്പോൾ PG ക്വാളിഫിക്കേഷൻ ഒരാൾ പഠിക്കുന്നു, എന്നിട്ട് നമ്മൾ PG പഠിച്ചു എന്ന് കരുതിയിട്ട് അയാൾ നെറ്റ് ചെയ്തിട്ട് നെറ്റ് വിജയിക്കുമെന്ന് നമ്മൾ കരുതുകയാണെങ്കിൽ അത് അവിടെ പ്രശ്നമാണ്. കാരണം PG പഠിക്കുന്നത് ഒരു ക്വാളിഫയിങ് ആസ്പെക്റ്റ് ആണ്, നെറ്റ് വിജയിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു അടുത്ത വേർഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ബേസിക് നോളേജ് കിട്ടിക്കൊണ്ട് അവർക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളിലേക്കുള്ള നോളേജുകളെ കുറിച്ച് സെഷൻസ് കൊടുക്കുക. ഇവിടെയാണ് ഹാപ്പി സ്കൂൾ യുണീക്ക് ആവുന്നത്. നമ്മൾ ഈ സെഷനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇക്കിഗായ് സെഷൻസ് എന്നുള്ളതാണ്. ഇക്കിഗായ് നമുക്ക് എല്ലാവർക്കും കേൾക്കുന്ന ഒരു ആസ്പെക്റ്റാണ്. ഒക്കിനാവ ഐലാൻഡുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ കാലം ഹാപ്പി ആയിട്ട് ലോങ് ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളുടെ കഥകൾ. ഇക്കിഗായ് സെഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഇനിയുള്ള കാലത്ത് ആളുകൾക്ക് അവരുടെ പർപ്പസ് മനസ്സിലാക്കാൻ സാധിക്കുക, ഇന്ന് വേൾഡ് ആവശ്യമുള്ള നോളേജുകളെ കുറിച്ച് അവർക്ക് ഐഡിയ ഉണ്ടായിരിക്കുക, അവർ തന്നെ അവരെ റീഡിഫൈൻ ചെയ്യുക, മാറിക്കൊണ്ടിരിക്കുന്ന വേൾഡിലേക്ക് അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇത്തരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്കിഗായ് സെഷൻസ് എന്ന് എയ്ഫ് ഹാപ്പി സ്കൂളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിന് 2 കമ്പണന്റ് ഉണ്ടായിരിക്കും. ഒന്ന്, ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്ലാസ്സുകൾ, ട്യൂഷനുകൾ, അത് സപ്ലിമെന്റ് ചെയ്യുന്ന 1-to-1 പേഴ്സണലൈസ്ഡ് ട്യൂഷൻ മോഡുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് മിസ്സിംഗ്? എയ്ഫർ വിശ്വസിക്കുന്നത്, ഹാപ്പി സ്കൂൾ വിശ്വസിക്കുന്നത്, എല്ലാ കാലത്തും ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ടു ഡു ഇറ്റ്സ് റോൾ. അതുകൊണ്ടാണ് നമ്മൾ തന്നെ നമ്മുടെ ടാഗ് ലൈനിൽ പറഞ്ഞത്, കുട്ടികൾക്ക് വേണ്ട പകുതി സ്കൂളുകൾ നൽകും, ബാക്കി പകുതിയാണ് എയ്ഫറിൻ്റെ
ഹാപ്പി സ്കൂൾ ഇക്കിഗായ് സെഷൻസിലൂടെ എയ്ഫർ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഫോർ എക്സാമ്പിൾ ചില സെഷൻസ് ഞാൻ പറയാം, ഇതൊരു ഇവോൾവിങ് ആണ്, ഒരുപാട് സെഷനുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ ഇനീഷ്യലി പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് ടെക്നോളജി യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളെ കുട്ടികൾക്ക് നമ്മളൊരു പ്രോപ്പർ അവയർനെസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടി 2 വയസ്സ് വരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല, 3 വയസ്സ് വരെ സ്ക്രീൻ ഉപയോഗിച്ചിട്ടില്ല, വെൽ ആൻഡ് ഗുഡ്, വളരെ ചെറിയ പ്രായത്തിൽ കൊടുക്കാതിരിക്കാം. പക്ഷേ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എൻ്റെ കുട്ടി 5 വയസ്സ് വരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല, 10 വയസ്സ് വരെ മൊബൈൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാ കാലത്തും എന്താവില്ല, ഓക്കെ, എല്ലാ കാലത്തും വാട്ട് വി ക്യാൻ സേ ഇനി അതൊരു അഡ്വാൻറ്റേജ് ആവണമെന്നില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ ജെമിനിയും എഐയും ചാറ്റ് GPT ഒക്കെ പഠിപ്പിക്കേണ്ടി വരും. പക്ഷെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് പ്രോപ്പർ ആസ്പെക്റ്റിൽ അവർക്ക് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യേണ്ടത്, പുതിയ കാലത്ത് എങ്ങനെയാണ് നിങ്ങൾ വാല്യൂ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത്, ഓക്കെ, എങ്ങനെയാണ് ഫൈനാൻഷ്യലി നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്, ചൈൽഡ് സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ഓൺടർപ്രീനിയർ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഓക്കെ, പഠനത്തെ എങ്ങനെയാണ് ഹാപ്പി ആക്കേണ്ടത്, ഓക്കെ, ഇങ്ങനെയുള്ള മൾട്ടിറ്റ്യൂഡ് ഓഫ് സെഷൻസ് ആണ് ഇക്കിഗായ് സെഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഒരേ സമയം നമ്മൾ സ്റ്റുഡൻസിനുള്ളതും അതുപോലെ തന്നെ പാരൻസിനുള്ളതും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനുള്ള സെഷൻസും എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വീണ്ടും പോവാം. ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നത് ആ പഠിക്കുന്നത് ഇന്നത്തെ കാലത്തിന് റെലവൻ്റ് അല്ലാത്തതാവുന്നത് കൊണ്ടാണ്. ആ റെലവൻ്റ് ആക്കാനുള്ള ശ്രമമാണ് എയ്ഫർ ഹാപ്പി സ്കൂളിലൂടെ നമ്മൾ നടത്തുന്നത്. നമ്മളെല്ലാവരും ഇതിനു വേണ്ടിയിട്ട്, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നാളെ നമ്മളെ കുട്ടികൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്, അവർ ഹാപ്പി ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത് ഇമ്പാക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമാണ് ഉണ്ടാവുക. അപ്പം ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചും ആളുകൾ പഠനത്തെ കാണുന്നതിനെക്കുറിച്ചും ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഹാപ്പി സ്കൂളിനെ കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത വീഡിയോ.